എഞ്ചിനീയറിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക് IU എക്സാമിന് ശേഷം ഈ വർഷം വരാൻ പോകുന്ന അടിപൊളി എക്സാംസ് ഏതൊക്കെയാണെന്നാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. IU എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ, പ്രൊവിഷണൽ ആൻസർ കീ, എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ മുകളിലത്തെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് വരാം. BTech ഡിഗ്രി മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ്സിന് ഒരുപാട് എക്സാംസ് ഈ ഇയറിൽ PSC ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എക്സാമിൻ്റെ ഡീറ്റെയിൽസ്, എക്സാം നടക്കാൻ പോകുന്ന ഡേറ്റ്സ്, നമ്പർ ഓഫ് വേക്കൻസീസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് വരാൻ പോകുന്ന എക്സാംസ് ആണ്. അതിൽ മെയിനായിട്ട് 3 എക്സാംസ് ആണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ 276/2024. എക്സാം നടക്കാൻ പോകുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2025 ഓഗസ്റ്റ് ഒക്ടോബർ. ആ ഡ്യൂറേഷനിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അവിടെ എവിടെയെങ്കിലും എക്സാംസ് ഷെഡ്യൂൾ ചെയ്യും. ഇതിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് 1 ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എങ്കിലും റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. എല്ലാ എക്സാംസിനും അങ്ങനെ തന്നെയാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പം ഉണ്ടാവുന്ന വേക്കൻസീസ് കുറവായിരിക്കും. പക്ഷേ പിന്നീട് എക്സാം നടന്ന് റാങ്ക് ലിസ്റ്റൊക്കെ ആവുന്ന സമയത്ത് നമ്പർ ഓഫ് വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്. കാറ്റഗറി നമ്പർ 466/2024. എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ, നവംബർ ആ ഡ്യൂറേഷനിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത്, ഇതിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വേക്കൻസീസ് 1 നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ 595/2024. എക്സാം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ്, ഒക്ടോബർ ഡ്യൂറേഷനിലാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേക്കൻസീസ് എന്ന് പറയുന്നത് 2 നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് വരാൻ പോകുന്ന എക്സാംസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി. എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ 126/2024. എക്സാം നടക്കാൻ പോകുന്നത് 2025 ജൂലൈ, സെപ്റ്റംബർ ഡ്യൂറേഷനിലാണ്. ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് 3 വേക്കൻസീസാണ് ഇതിൻ്റെ അകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 കേരള വാട്ടർ അതോറിറ്റി. എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 031/2024. എക്സാം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ്, ഒക്ടോബർ ഡ്യൂറേഷനിലാണ്. ഇതിൻ്റെ അകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് 2 കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് അറ്റൻഡ് ചെയ്യാനുള്ള എക്സാം എന്ന് പറയുന്നത്, മെയിൻ എക്സാം എന്ന് പറയുന്നത് 1 കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 125/2024. അത് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ്. എക്സാം നടക്കാൻ പോകുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ജൂലൈ, സെപ്റ്റംബർ ഡ്യൂറേഷനിലാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 3 റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള നമ്പർ ഓഫ് വേക്കൻസീസ് 3 നെക്സ്റ്റ് കമ്പ്യൂട്ടർ സയൻസിനുള്ളത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കേര കർഷക സഹകരണ ഫെഡറേഷൻ, കേരഫെഡ്. അതിലേക്കുള്ള എക്സാമാണ്. അതിന് കാറ്റഗറി നമ്പർ 242/2024. എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ, സെപ്റ്റംബർ ഡ്യൂറേഷനിലാണ്. ഇതിൻ്റെ അകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് 2 നെക്സ്റ്റ് ഒരു പോസ്റ്റും കൂടെ കമ്പ്യൂട്ടർ സയൻസിന് മെയിനായിട്ട് വരുന്നുണ്ട്, സിസ്റ്റം അനലിസ്റ്റ്. ഇത് പക്ഷേ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിനുള്ള ഒരു പോസ്റ്റാണ്. അത് യൂണിവേഴ്സിറ്റീസിലേക്കാണ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. 67/2024 ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ, സെപ്റ്റംബർ ഡ്യൂറേഷനിലാണ്. 2 പോസ്റ്റുകളാണ് ഇതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് നടക്കാൻ പോകുന്ന എക്സാമുകളാണ്. ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. കാറ്റഗറി നമ്പർ 71/2024. എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ, സെപ്റ്റംബർ ഡ്യൂറേഷനിലാണ്. ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് 2 നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ എക്സാം എന്ന് പറയുന്നത് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജസ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 720/2024. എക്സാം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ്, ഒക്ടോബർ ഡ്യൂറേഷനിലാണ്. ഇതിൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കാണിക്കുന്നത്. ബിക്കോസ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്. ആ റാങ്ക് ലിസ്റ്റ് കഴിയുന്ന സമയത്ത് പുതിയ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടാം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ള നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1. ഇത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 578/2024. എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ, നവംബർ ഡ്യൂറേഷനിലാണ്.
ഇതിൻ്റെയും വേക്കൻസീസ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മെയിൻ എക്സാമുകളാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ. അത് പബ്ലിക് വർക്ക്സ് അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസീസ് വരുന്നത്. കാറ്റഗറി നമ്പർ 579/2024. എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ ഓഗസ്റ്റ് ഡ്യൂറേഷനിലാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. നെക്സ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗിന് വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് LSGD. അതിൻ്റെ കാറ്റഗറി നമ്പർ 573/2024. എക്സാം നടക്കാൻ പോകുന്ന ഡ്യൂറേഷൻ ജൂലൈ സെപ്റ്റംബർ. നെക്സ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗിന് വരുന്ന എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ. അതും LSGDയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. കാറ്റഗറി നമ്പർ 584/2024. എക്സാം നടക്കുന്നത് ജൂൺ ഓഗസ്റ്റ് ഡ്യൂറേഷനിലാണ്. ഇത്രയും എക്സാമുകളാണ് മെയിനായിട്ട് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഈ ഇയറിൽ വരാൻ പോകുന്ന മെയിൻ എക്സാമുകൾ. ബാക്കി കുറച്ച് ഡിപ്ലോമ ലെവലായിട്ടുള്ള എക്സാംസ് ഉണ്ട്. ഇതിൽ എല്ലാ എക്സാംസും ഓൾമോസ്റ്റ് BTech ലെവലാണ്. ചില എക്സാമുകൾ ഓവർസിയർ, എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്, ഇതൊക്കെ ഡിപ്ലോമ ലെവൽ എക്സാമുകളാണ്. ഇതുകൂടാതെ ചില എക്സാമുകളും കൂടി ഉണ്ട്. പക്ഷേ അതിൻ്റെ മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech അല്ല. ചില സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, ചിലതിനൊക്കെ എക്സ്പീരിയൻസ് വേണം. അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള എക്സാമുകളാണ് ഇനിയുള്ളത്. അത് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. സോ എല്ലാവരും ഫോക്കസ് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇലക്ട്രോണിക്സ് ഡിസിപ്ലിനിലുള്ള എക്സാംസിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് ക്ലാസ്സുകൾ ചാനലിലുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ മാത്സ് ടോപ്പിക്, ഇതിലേതെങ്കിലും എക്സാംസിന് മാത്സ് ടോപ്പിക്ക് വരുന്നുണ്ടെങ്കിൽ ആ മാത്സ് ടോപ്പിക്കുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. സോ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സിനും ഇൻഫർമേഷനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സസും ഇതുപോലുള്ള ഡീറ്റെയിൽസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.